കൊല്ലം പത്തനാപുരത്തെ വർക്ക്ഷോപ്പ് ജീവനക്കാരന്റെ ദുരൂഹ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. മകനെ അപായപ്പെടുത്തിയത് തന്നെയെന്ന് നിഷാന്തിന്റെ മാതാവ് 24-നോട് പറഞ്ഞു. അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കുകയോ വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. എനിക്ക് വർക്ക്ഷോപ്പ് ഉടമയെ അതിയായ സംശയമുണ്ട്. അതുകൊണ്ട് പുള്ളി എനിക്ക് നല്ല സംശയമുള്ളതുകൊണ്ടാണ് എൻ്റെ അടുത്ത് അന്ന് ഈ സംഭവം കഴിഞ്ഞ് പിറ്റേന്ന് വന്ന് എന്നോട് ഇതെല്ലാം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിട്ടാണ് പുള്ളി തന്നെ ആണെന്ന് ഞാൻ ഉറപ്പിക്കുന്നത്. എനിക്ക് എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് കല്ലടയാറ്റി പോയി ആത്മഹത്യ ചെയ്യാനൊന്നും ഞാൻ പോകത്തില്ല. സന്തോഷമായിട്ട് പോയതാണ്, സന്തോഷം. വർക്ക്ഷോപ്പിൽ തന്നെ പോവുക, ഞാൻ പണിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം, എനിക്ക് നീതി കിട്ടണം. എനിക്ക് ആ ഒരു മോനേ ഉള്ളൂ എല്ലാത്തിനും. ഇപ്പം എനിക്കത് നഷ്ടപ്പെട്ട് എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം. ഈ വർക്ക്ഷോപ്പ് ഉടമ അന്ന് പറഞ്ഞതെല്ലാം സത്യമല്ല എന്ന് വെച്ചാൽ അയാൾ പറയുന്നതെല്ലാം കള്ളമായിട്ടാണ് നമുക്ക് തോന്നിയത്. പിന്നെ 22-ാം തീയതി അയാൾ വർക്ക്ഷോപ്പ് തുറന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ 22-ാം തീയതി ആ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ട്, CCTVയിൽ കണ്ട്. 3 വർഷമായിട്ട് പുള്ളിക്കാരനോട് ഒത്തു ജോലി ചെയ്ത കക്ഷിയാണ് നിശാന്ത്. അന്ന് പിറ്റേ ദിവസം അമ്മയെ കൂട്ടി പോലീസ് സ്റ്റേഷനടുത്ത് ചെന്നിട്ട് പകുതിക്ക് വെച്ച് അമ്മ ഇറക്കി വിട്ടിട്ട് അദ്ദേഹം പോവുകയായിരുന്നു ചെയ്തത്. അല്ലെങ്കിൽ 3 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കൂടെ നിൽക്കണ്ടേ? സുജിത് സുരേന്ദ്രൻ ചേരുന്നുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങളുമായി. സുജിത്ത്, ഇങ്ങനെ ഒരു സംശയത്തിലേക്ക് കടക്കാൻ കാരണം എന്താണ്? സ്മിത, 22-ാം തീയതി നിഷാന്തിനെ കാണാതായതിന് തൊട്ടു പിന്നാലെ റേഞ്ച് DIGയുടെ ഓഫീസിലേക്ക് എത്തിയ ഒരു റിപ്പോർട്ടുണ്ട്. അതിൽ നിഷാന്തിനെ അപായപ്പെടുത്തിയതാകാമെന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് എത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിനോട് അന്വേഷിക്കാൻ DIG ഓഫീസിൽ നിന്നും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇന്നലെ മഞ്ചള്ളൂർ മണക്കാട്ട് കടവിൽ നിന്നും നിഷാന്തിൻ്റെ മൃതദേഹം ലഭിച്ചത്. ഈ സാഹചര്യത്തിൽ, അതായത് നിഷാന്തിൻ്റെ അവസാന ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ എടുത്തപ്പോൾ ഇതിൽ കാണാൻ സാധിച്ചത് ഈ വർക്ക്ഷോപ്പ് പരിസരമാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടാതെ CCTV ദൃശ്യങ്ങളിലും വർക്ക്ഷോപ്പിലേക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. അതിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിൽ 9 ദിവസം കഴിയുമ്പോൾ 9-ാം ദിവസമാണ് ഇത്തരത്തിൽ മൃതദേഹം കല്ലടയാറ്റിൽ നിന്നും കാണപ്പെടുന്നത്. ഈ വർക്ക്ഷോപ്പിന് സമീപത്തൊരു ചെറിയ കൈത്തോടുണ്ട്. ആ തോട്ടിലൂടെ ആകാം മൃതദേഹം ഇവിടേക്ക് എത്തിയതെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഈ ടവർ ലൊക്കേഷനിൽ അടക്കമുള്ള അന്വേഷണത്തിനും ഒപ്പം തന്നെ ഈ വർക്ക്ഷോപ്പ് ഉടമയുടെ പെരുമാറ്റത്തിലുമൊക്കെ തന്നെ കുടുംബത്തിന് ആദ്യം മുതൽ തന്നെ അസ്വാഭാവികത തോന്നിയിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ പോലീസിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസ് ഈ ഏറ്റവും ഒടുവിൽ മൃതദേഹം കണ്ടുകിട്ടുമ്പോഴും ഇതൊരു കൊലപാതകമല്ല എന്ന് വരുത്തി തീർക്കാൻ പത്തനാപുരം പോലീസ് ശ്രമിക്കുന്നതായുള്ള ആക്ഷേപമാണ് വിശദാംശങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.